ട്രിപ്പ് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം ചില ട്രിപ്പുകൾ അത്രയും ബോറാവുന്നത്? എന്റെ കഴിഞ്ഞ തവണത്തെ യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര മീൻസ് എക്സ്ട്രീംലി അടിപൊളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് യാത്രയ്ക്ക് പോകുന്നത്? നമ്മളെല്ലാവരും യാത്ര പോകുന്നത് ഒന്ന് റിലാക്സ്ഡ് ആവാനും ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഒന്ന് റീഫ്രഷ്ഡ് ആയിട്ട് തിരിച്ചു വരാനൊക്കെയാണ് അല്ലേ? എന്നാൽ എന്റെ കഴിഞ്ഞ തവണത്തെ യാത്ര ഇതൊക്കെ എനിക്ക് തന്നു. ഞാൻ ടെൻഷൻ ഫ്രീ ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ തന്നെ ആലോചിച്ചു പോയി, ഇതുവരെ പോയ യാത്രകളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ ഒരു യാത്രയ്ക്കുള്ളത്. ഏതൊരു യാത്രയും അടിപൊളിയാവാൻ മിനിമം ഈ ഒരു 8 ഫാക്ടേഴ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഘടകങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്, ഈ ഘടകങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ഒരു യാത്രയും ഒരു തരത്തിലും ബോറാവില്ല, എപ്പോഴും അടിപൊളിയായിരിക്കും. അപ്പോൾ വെൽക്കം ടു മൈ പുതിയ യാത്രാ വിശേഷങ്ങൾ ബൈ ക്യാമ്പർ ഗേൾ ഫ്രം കേരള. യാത്രകളെ അടിപൊളിയാക്കുന്ന ആ 8 ഘടകങ്ങളെ എനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ ഇത്തവണത്തെ വയനാട് യാത്രയായിരുന്നു. ഓ, വയനാട് പോയ കഥ പറയാനാണോ വന്നേ എന്ന് വേണം നിങ്ങൾ ചോദിക്കാൻ വരുന്നെങ്കിൽ, പോയ സ്ഥലത്തിന്റെ അല്ല, പോയ രീതിയും എൻജോയ് ചെയ്ത രീതിയും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. യാത്രകളിലൊക്കെ എപ്പോഴും അടുപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു ഗംഭീര യാത്ര, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന യാത്ര. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പുതിയ രീതിയിലാണ് പ്രസന്റേഷൻ. പൊതുവെ ഇങ്ങനെ ആയിരുന്നില്ല, ഒരു മാറ്റം വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വയനാട് ചുരം കയറാം. കൂട്ടത്തില് ഏതൊരു യാത്രേനെയും അടിപൊളിയാക്കുന്ന ആ 8 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചുരം കയറാൻ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ഗോ. ആദ്യത്തെ പോയിന്റ് ഡെസ്റ്റിനേഷൻ ആണ്. യാത്ര പോകുന്ന സ്ഥലം. എവിടേക്ക് പോകണം എന്ന് തീരുമാനിച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. യാത്ര പോകുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരിക്കണം യാത്രയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. എന്റെ ഇത്തവണത്തെ യാത്ര വയനാടാക്കാൻ തീരുമാനിച്ചതും കൂട്ടത്തിലുള്ള എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു. അടുത്ത പോയിന്റ് ഗുഡ് കമ്പനി. അതായത് നമ്മുടെ കൂട്ടത്തിൽ യാത്ര പോകുന്ന എല്ലാവരും ഒരേ വൈബുള്ളവരാണെങ്കിൽ എല്ലാ എക്സ്പീരിയൻസും ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ ഷെയർ ചെയ്യാനും അടിപൊളിയായിരിക്കും. അല്ല, കൂട്ടത്തിൽ 1-2 പേർക്ക് വേറൊരു വൈബാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാച്ച് ആവുകയില്ല. അവരും നമ്മളും തമ്മിൽ ഒരു ഇവര് ആ ഒരു മൂഡായിരിക്കും അല്ലേ? അതായത് ചില മനുഷ്യർക്ക് നമ്മൾ ചെയ്യയില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള മൂഡൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു യാത്രയിൽ. ഇനി മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല പക്ഷെ അവർ ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒക്കെ കൂടെ മാനേജ് ആയിട്ട് പൊക്കോളും. ഇനിയിപ്പോ യാത്രയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഈ കമ്പനി അടിപൊളിയാണെങ്കിൽ, കമ്പനിയിലുള്ള ആൾക്കാർ അടിപൊളിയാണെങ്കിൽ യാത്രയിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റും. അഥവാ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ 2 പേര് അപ്പുറത്തും 3 പേര് ഇപ്പുറത്തും 4 പേര് അപ്പുറത്തും ഒക്കെ മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അത് മാനേജ് ചെയ്യാം. അപ്പോൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം ഒരേ വൈബുള്ളവരാണോ എന്ന് ശ്രദ്ധിക്കുക. എന്റെ യാത്രയിൽ എല്ലാവരും സിങ്ക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരേ തോട്ട് പ്രോസസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളത് മനസ്സിൽ കാണുമ്പോൾ വാ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഗെയിം കളിക്കാം, നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ചെയ്യാം, നമുക്ക് ആ ഫുഡ് ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഡെസ്റ്റിനേഷൻ ട്രാവലേഴ്സും ഫിക്സ് ആയി കഴിഞ്ഞാൽ അടുത്ത കാര്യം സ്റ്റേ ആണ്. അക്കോമഡേഷൻ നന്നല്ലെങ്കിൽ ആ യാത്ര മൊത്തം കൊള്ളാവാൻ അത് മാത്രം മതി. അക്കോമഡേഷൻ സെലക്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂട്ടത്തിൽ വരുന്ന എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ ആയിരിക്കണം. ടെന്റ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് റിസോർട്ട് ഇല്ലാണ്ട് പറ്റില്ല, ചിലർ ഹോട്ടൽ റൂം മതി എന്ന് പറയും. അപ്പൊ ഇതിൽ ഏതാണെങ്കിലും വരുന്ന എല്ലാവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആണ് എന്ന് ഉറപ്പിക്കാം. യാത്രയെ അടിപൊളിയാക്കുന്ന അടുത്ത പോയിന്റ് ഫുഡാണ്. താമസം കഴിഞ്ഞാൽ നമ്മളെ വയറാണ് നമുക്ക് പ്രധാനം. കാരണം വയർ അപ്സെറ്റ് ആണെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. യാത്രയിൽ നമുക്ക് മാത്രമല്ല കൂടെ വരുന്ന ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഫുഡ് കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ കൂട്ടത്തില് യാത്ര പോകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു യുണീക്നെസ് ഉണ്ട്. കാണുന്ന കാഴ്ചകളിലും അറിയുന്ന കാര്യങ്ങളിലും കൂട്ടത്തില് ടേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലും പോലും ആ ഒരു യുണീക്നെസ് കൂടുതൽ പേർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറച്ചു പേർക്ക് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനൊരു പേടിയുണ്ട്. പക്ഷെ ചിലരുടെ ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ട് അത് സാധിക്കാറില്ല. അവർക്ക് അത്തരം
ഫുഡുകൾ ട്രൈ ചെയ്യുന്ന സമയത്ത് വയർ അപ്സെറ്റ് ആവാനും മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ചിലർ പേടി കൊണ്ട് കഴിക്കാത്തവരും ഉണ്ട്. യാത്രയിൽ എപ്പോഴും പുതിയ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ അതിന് ശ്രമിക്കാറുമുണ്ട്. ഇത്തവണത്തെ യാത്രയിലും 1-2 ഫുഡ് ഐറ്റംസ് ഞാൻ പുതിയത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെയുള്ളവരൊക്കെ ഒരേ വൈബ് ആയതുകൊണ്ട് എല്ലാവരും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആദ്യം തന്നെ യാത്രയ്ക്ക് വരുന്ന കൂടെയുള്ള എല്ലാ ട്രാവലേഴ്സിനും ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഒരെണ്ണം വയനാട് ചുരം കയറുമ്പോൾ തന്നെ ഒരു ഹോട്ടലായിരുന്നു. അതിന്റെ പേര് വൈറ്റ് ഹൗസ് എന്നായിരുന്നു. ഭയങ്കര ലാവിഷ് ആയിട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു. പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തത് വൈത്തിരി ഭാഗത്തുള്ള ഒരു ഹോട്ടലായിരുന്നു. ഇന്ത്യ ഗേറ്റ് എന്നായിരുന്നു അതിന്റെ പേര്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു. അവിടെയും യുണീക്ക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. ഇത് പ്രൊമോഷനൊന്നും അല്ലാട്ടോ, നല്ല ടേസ്റ്റി ഫുഡ് ആയിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത പോയിന്റ് ബ്യൂട്ടിഫുൾ സീനറി ആണ്. യാത്രയിലെ കാഴ്ചകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കണ്ണിനും മനസ്സിനും ഒരുപോലെ എൻജോയ് ചെയ്യിപ്പിക്കാൻ കാഴ്ചകൾക്ക് സാധിക്കും. അതിൽ പ്രകൃതി ഭംഗിയുള്ള പ്രദേശങ്ങൾ പെടും, മനുഷ്യനിർമ്മിതികളായിട്ടുള്ള കാര്യങ്ങൾ പെടും. മനുഷ്യനിർമ്മിതികൾ എന്ന് പറയുമ്പോൾ വാസ്തുവിദ്യാപരമായിട്ടുള്ളതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പെടും. യാത്ര അടിപൊളിയാവണം, നമുക്ക് അത്രയേ ഉള്ളൂ. ഞാൻ പോയത് വയനാട് ആയതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗിക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസും ലൊക്കേഷൻസും ഒക്കെ വിസിറ്റ് ചെയ്യാനും അത്തരം റൂട്ടുകളിലൂടെ കടന്നു പോകാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലും എന്റെ യാത്ര അടിപൊളിയായിരുന്നു. യാത്ര പോകുന്നത് സ്ട്രെസ് റിലീഫിനും ടെൻഷൻ റിലീഫിനും ഒന്ന് റിലാക്സ്ഡ് ആവാനും ഒക്കെയാണ്. ഒന്ന് റീഫ്രഷ്ഡ് ആയിട്ട് തിരിച്ചു വരണം. ഇതിന് യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് ആയിരിക്കാം യുണീക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ മണാലിയൊക്കെ പോവുകയാണെങ്കിൽ അത്രയും തണുപ്പൊക്കെ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കാം. തിരുവനന്തപുരത്ത് പോയിട്ട് ബോളി കഴിക്കുക എന്നുള്ളത് മറ്റു ജില്ലക്കാർക്ക് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. വേറെ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇനി യുണീക്ക് ആയിട്ടുള്ള ഒരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ ഗുജറാത്ത് പോലുള്ള ഒരു സംസ്ഥാനത്ത് പോയിട്ട് അവരുടെ കൾച്ചർ മനസ്സിലാക്കുക എന്നുള്ളത് ആ ഒരു യാത്രേനെ യുണീക്ക് ആക്കുന്നതായിരിക്കും. അതുപോലെ ഓഫ് റോഡ് ട്രിപ്പ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഗെയിംസ് പോലെയുള്ള കാര്യങ്ങളും യുണീക്ക് ആയിട്ടുള്ള ഒരു അനുഭവം ആയിരിക്കും യാത്രയിൽ നമുക്ക് തരുന്നത്. എൻ്റെ വയനാട് യാത്രയിലെ യുണീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 900 കണ്ടി വിസിറ്റ് ചെയ്തതായിരുന്നു. 900 കണ്ടിയിലേക്കുള്ള റൂട്ട് ഓഫ് റോഡ് ആണ്. അതുകൊണ്ട് തന്നെ ജീപ്പിലായിരുന്നു പോയത്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ജീപ്പ് എക്സ്പീരിയൻസ് കിട്ടുന്നത്. കൂടുതൽ മഴയും കാലാവസ്ഥയും ഒക്കെ ഗംഭീരമായിരുന്നു. ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഗെയിംസ് ആണ്. ഗ്ലാസ് ബ്രിഡ്ജ് വാക്ക് ഉണ്ടായിരുന്നു. സ്കൈ വാക്ക്, പ്രതീക്ഷിച്ചത് നല്ലതായിരുന്നു. പക്ഷെ അവസാനം കുറച്ച് ഹൈറ്റ് കൂടിയ പോലെ തോന്നി. ശരിക്കും ഹൈറ്റ് കൂടുതലുണ്ട് ഇല്ല നോക്കി. സ്കൈ സ്വിങ്, സിപ്പ് ലൈനൊക്കെ കയറി എക്സ്പീരിയൻസിലായിരുന്നു ഞാൻ പോയിട്ട് സ്കൈ സ്വിങ്ങിൽ ഇരുന്നത്. ആർച്ചറി ഉണ്ടായിരുന്നു, റൈഫിൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും കൂട്ടത്തിൽ നല്ല മഴയൊക്കെ കിട്ടി. നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കംഫർട്ടിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ യാത്രയെ അടിപൊളിയാക്കിയതിൽ 900 കണ്ടിയിലെ യുണീക്ക് ആയിട്ടുള്ള ഇത്തരം എക്സ്പീരിയൻസുകളും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ യാത്രയിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു സ്ഥലമായിരുന്നു വയനാട്ടിലുള്ള സൂചിപ്പാറ വാട്ടർഫാൾസ്. അതും അടിപൊളിയായിരുന്നു. വാട്ടർഫാൾസ് അല്ലെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആണെന്ന് അറിയാലോ. തെക്കം വാട്ടർഫാൾസ്, ആതിരപ്പള്ളി, സിദ്ധാർകുണ്ട് വാട്ടർഫാൾസ്, വെള്ളരിമേട് വാട്ടർഫാൾസ്, അങ്ങനെ വാട്ടർഫാൾസിന്റെ ഒരു നീണ്ട നിര തന്നെ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കണ്ടില്ലെങ്കിൽ കണ്ടു നോക്ക്, അടിപൊളിയാണ്. പിന്നെ സൂചിപ്പാറയിൽ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ഫൈനലി പോയി. മഴയത്ത് ആ കോട്ടൊക്കെ ഇട്ടിട്ടാണ് വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് നടന്നത്. അവിടെ എത്തിയപ്പോൾ മഴയൊക്കെ പോയി.
വീണു. ഒന്നല്ല 2 തവണ വീണു. അതും വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ പിടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ. ഞാൻ പിടിച്ചിട്ടാണ് പോയത്, പക്ഷെ കാല് വഴുതി. ഞാൻ മാത്രമല്ല, കൂടെ വന്ന 1-2 പേരും വീണു. അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. യാത്രകളെ എപ്പോഴും മടുപ്പിക്കുന്ന അല്ലെങ്കിൽ യാത്ര പോണ്ട എന്ന് പലരും പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം, യാത്രകളെ ഏറ്റവും ബോറാക്കുന്ന, അലമ്പാക്കുന്ന, യാത്ര പോകുന്നത് തന്നെ പേടി സ്വപ്നമായിട്ട് മാറ്റാൻ സാധ്യതയുള്ള ഒരു ഘടകം, അത് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുതരാം. ട്രിപ്പ് അടിപൊളിയാക്കുന്ന മറ്റൊരു പോയിന്റ് ആണ് ഫ്രണ്ട്ലി ലോക്കൽസ്. അതായത് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഈ യുണീക്ക് എക്സ്പീരിയൻസുകളുടെ കൂട്ടത്തിൽ പുതിയ പുതിയ ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടും. അവരുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ട് വരും. ഈ സംസാരിക്കുന്ന ആളുകൾ ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് തരുകയാണെങ്കിൽ അത് നമ്മളെ യാത്രേനെ ഉടനീളം ബാധിക്കും. വളരെ നല്ല രീതിയിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ യാത്രയിൽ ഇടപഴകുന്നതെങ്കിൽ അത് നമ്മളെ യാത്രേനെ പോസിറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ യാത്രയിൽ 900 കണ്ടിയിലുണ്ടായിരുന്ന ഗൈഡ്സും റോഡ് ജീപ്പിൽ നമ്മളെ ഡ്രൈവർ ചേട്ടനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സൂചിപ്പാറയിലെ സെക്യൂരിറ്റീസും അതിനടുത്തുള്ള കടകളിലെ ആളുകളും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപഴകിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം പറയാമെന്ന് പറഞ്ഞാൽ ഏതൊരു യാത്രയും പേടി സ്വപ്നമായിട്ടുള്ള ഒരു യാത്രയുമായിട്ട് മാറ്റാൻ കെൽപ്പുള്ളതുമായിട്ടുള്ള ഒരു ഫാക്ടറാണ് പറയാൻ പോകുന്നത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. മഞ്ഞുമൽ ബോയ്സ് പടം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷം നടത്തുന്ന ഒരു യാത്രയിൽ ഒരു വലിയ അപകടം വന്നു കഴിഞ്ഞാൽ തന്നെ ആ യാത്രേനെ അത് വളരെ മോശമായ രീതിയിൽ ബാധിക്കും. ഒപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു അപകടം വരുന്നത് തീരാ വേദനയായിട്ടൊക്കെ മാറാനുള്ള സാധ്യതകൾ ഈ യാത്രകളിലുണ്ട്. വെക്കേഷൻ ട്രിപ്പിനിടയിൽ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് മുങ്ങി മരിച്ച ആളുകളുണ്ട്. മഞ്ഞുമൽ ബോയ്സിലെ പോലെ കേവുകളിലൊക്കെ വീണു പോണ ആളുകളുണ്ട്. വലിയ വലിയ അപകടങ്ങൾ പറ്റുന്ന ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് യാത്രകൾ അടിപൊളിയാകുന്നതോടൊപ്പം തന്നെ സേഫ് ആയിട്ട് യാത്ര ചെയ്യാനും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്റെ യാത്രയിൽ സൂചിപ്പാറയിൽ പോയ സമയത്ത് ഞാൻ വീണിട്ടുണ്ടായിരുന്നു. അത് പാറയിലെ വഴുക്കിൽ കാരണമാണ് വീണത്. പിന്നെ അവിടെ വേണ്ട സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണത് അധികം അപകടമുള്ള ഒരു സ്ഥലത്തായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആയിരുന്നു. വീണതിനെ ന്യായീകരിക്കണതല്ല, എന്റെ തെറ്റാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കൂടെയുള്ള എല്ലാവരും സേഫ് ആണെന്നും സെക്യൂർ ആയിട്ടാണ് നമ്മളെ യാത്രയിൽ മുന്നോട്ട് പോകുന്നതെന്നും ഉറപ്പുവരുത്തേണ്ടത് യാത്രയിലുള്ള ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഇത്രയും ഘടകങ്ങൾ ഏതൊരു യാത്രയിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ബോണസ് ആയിട്ട് ഒരെണ്ണം കൂടെ പറയാം, പോകുന്ന റൂട്ട്. യാത്ര ചെയ്യുന്ന റൂട്ട് അടിപൊളിയാണെങ്കിൽ പോകുന്ന വഴിയിലുടനീളം നമുക്ക് കാഴ്ചകൾ കാണാനും ആ സമയം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാനും കഴിയും. ഇത്തവണത്തെ എന്റെ യാത്രയിൽ വയനാട് നിന്ന് സുൽത്താൻ ബത്തേരി വഴി ബന്ദിപ്പൂർ നാഷണൽ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടാണ് ഞാൻ വന്നത്. മാനായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. കൂടുതൽ ആനകളെയും അതുപോലെ മയിലിനെയും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റൂട്ട് കിടിലൻ റൂട്ടാണ്. മസനഗുഡി വഴി ഊട്ടി പോലെ തന്നെയാണ് ഈ ബന്ദിപ്പൂർ നാഷണൽ ഫോറസ്റ്റ് വഴിയും. പക്ഷെ റൂട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അപകടമൊന്നും ഇല്ലാതെ നമുക്കത് കവർ ചെയ്ത് വരാൻ കഴിഞ്ഞ അടിപൊളി റൂട്ടാണ്. ബന്ദിപ്പൂർ നാഷണൽ ഫോറസ്റ്റ് നിന്ന് ഗുണ്ടൽപേട്ട് വഴിയാണ് ഞാൻ തിരിച്ചിറങ്ങിയത്. ഗുണ്ടൽപേട്ടിൽ ഇപ്പോഴും സൂര്യകാന്തി പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങാണ്ടിരിക്കുവോ? അവിടെ ഇറങ്ങി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസ് ഒക്കെ എടുത്തു, വീഡിയോസ് ഒക്കെ എടുത്തു. എന്നിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നത്. ഈ പറഞ്ഞ ഇത്രയും ഘടകങ്ങൾ, ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊരു യാത്രയും നമുക്ക് അടിപൊളിയായിട്ട് അവസാനിപ്പിക്കാം. ഇനിയൊരു ട്രിപ്പും ബോർ ട്രിപ്പ് ആവില്ലല്ലോ, ഉറപ്പല്ലേ? എന്റെ കാര്യത്തിലും ഇനിയുള്ള ട്രിപ്പുകൾ ബോർ ആവാതിരിക്കാൻ ഞാനും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കും അതിനുള്ള ടെക്നിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്തവണത്തെ എന്റെ പ്രസന്റേഷൻ സ്റ്റൈൽ കുറച്ച് പുതുമയുള്ളതായിരുന്നു. ഞാൻ നേരിട്ട് വന്നിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള പുതിയ രീതിയിലുള്ള പ്രസന്റേഷനും വീഡിയോസും യാത്രകളും ഒക്കെ ആയിട്ട് അടുത്ത യാത്രാ വീഡിയോയിൽ കാണുന്നത് വരേക്കും ദിസ് ഈസ് യുവർ ക്യാബ് ഗേൾ സൈനിങ് ഓഫ്. തീർന്നോ? ഇനി എഡിറ്റ്. ഓക്കെ.